പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി കൈവരിച്ച വലിയ വിജയത്തെ അവമതിക്കാനും ആ വിജയം സമ്മാനിച്ച് തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനുമാണ് കോൺഗ്രസും സിപിഎമ്മും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പറഞ്ഞു. ബിജെപി ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എം.ടി. രമേശ്. തൃശൂരിൽ സുരേഷ് ഗോപി കൈവരിച്ചത് സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ വിജയമായിരുന്നു. ഒരു വർഷമായി തൃശൂർ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപിയും പാർട്ടിയും നടത്തിയ പ്രവർത്തനങ്ങളാണ് അസൂയാവഹമായ വിജയം സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചത്. രാഷ്ട്രീയ എതിരാളികളെ അമ്പരപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി കൈവരിച്ച വിജയത്തിന്റെ ഞെട്ടലിൽ നിന്ന് തൃശൂരിലെ കോൺഗ്രസ് സിപിഎം നേതൃത്വം ഇനിയും മുക്തരായിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും നേതാക്കൾ പിച്ചും പേയും പറയുന്നത്. അടിയന്തരമായി ഇവരെയെല്ലാം ചികിത്സയ്ക്ക് വിധേയരാക്കണം. തൃശൂരിൽ വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാനുസൃതമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് റെസിഡൻഷ്യൽ പ്രൂഫ് ഹാജരാക്കിയാണ് വോട്ട് ചേർത്തതെന്നും എം.ടി. രമേശ് പറഞ്ഞു. സിപിഎം കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്താവന അത് തൃശൂരിലെ വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണ്. വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. തൃശൂരിൽ സുരേഷ് ഗോപി കൈവരിച്ചത് സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ വിജയമായിരുന്നു. രണ്ട് മുന്നണികളും സൃഷ്ടിച്ചിട്ടുള്ള വലിയ വെല്ലുവിളികളെയും അപവാദ പ്രചരണങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അട്ടിമറി വിജയമാണ് കരസ്ഥമാക്കിയത് എന്നുള്ള വിചിത്രമായിട്ടുള്ള ചില വാദങ്ങളൊക്കെയാണ് ഈ നേതാക്കന്മാര് ഇപ്പോ പ്രകടിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും നേതാക്കന്മാർ വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള പ്രാഥമിക പഠനമെങ്കിലും അവർ നടത്തേണ്ടതായിരുന്നു. ഞാൻ അവരാരെയും ചെറുതാക്കി കാണിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പരാജയത്തിൽ നിന്ന്, ആ പരാജയത്തിന്റെ ഞെട്ടിൽ നിന്ന് വിമുക്തമാക്കാത്തത് കൊണ്ടാണ് അവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പരിശ്രമിക്കുന്നത്. ഒരു തരത്തിൽ കോൺഗ്രസും സിപിഎം ഒക്കെ പിച്ചുമ്പയും പറയുകയാണ്. ഇന്നലെ പറഞ്ഞിരിക്കുന്നത് തൃശൂരിൽ വ്യാപകമായി ബിജെപിക്കാര് വോട്ട് ചേർത്തു എന്നുള്ളതാണ്. ഞങ്ങൾ വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ട്, ഞങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാനുസൃതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ള റെസിഡൻഷ്യൽ പ്രൂഫ് ഹാജരാക്കിയിട്ട് ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേര് തൃശൂരിൽ ചേർത്തത് തിരുവനന്തപുരത്തെ വോട്ട് വെട്ടിയാണ്. സുരേഷ് ഗോപിയും കുടുംബവും രഹസ്യമായിട്ടല്ല വോട്ട് ചെയ്തത്. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ 10 വോട്ടർമാരുണ്ടായിരുന്നു. ഇപ്പോൾ 4 പേരേയുള്ളൂ. ബാക്കി 6 പേർ എവിടെ പോയെന്ന് ഈ നേതാക്കൾ അന്വേഷിക്കട്ടെ എന്നും എം.ടി. രമേശ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.